ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ക്യാപ്ഷൻ വായിച്ചാൽ തന്നെ അറിയാം എങ്ങനെയാണ് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിന് നല്ല അടിപൊളിയായിട്ടുള്ള തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചെറിയ ട്യൂട്ടോറിയലുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ തംബ്നെയിൽസ് മാത്രമല്ല, വി ക്യാൻ ക്രിയേറ്റ് ലോഗോസ് അല്ലെങ്കിൽ ഇൻട്രോ വീഡിയോസ് വരെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇതിന് നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം വലിയൊരു മെത്തേഡാണ്. ഇതിന് വലിയ ഗ്രാഫിക് ഡിസൈനേഴ്സ് വേണം, അല്ലെങ്കിൽ വലിയ കമ്പ്യൂട്ടർ നോളജ് ഉള്ള പേഴ്സൺസ് വേണം, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കല്ല, ഇറ്റ്സ് ബേസിക്കലി എ ട്യൂട്ടോറിയൽ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകും. എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാം, ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രോ വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, ഈവൻ നോർമൽ ഫോട്ടോ എഡിറ്റിങ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ കമ്പ്യൂട്ടർ വഴിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഓർ ഈവൻ യു ക്യാൻ യൂസ് ക്രോം വഴിയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. സോ ഇതിന് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽസ് വേണം എന്നുള്ള ധാരണയൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതുവഴി നിങ്ങൾക്ക് ജസ്റ്റ് ഇതേപോലെ തംബ്നെയിൽസ് അല്ലെങ്കിൽ ഇൻട്രോ വീഡിയോസ് അല്ലെങ്കിൽ ലോഗോസ് മാത്രമല്ല, നിങ്ങൾക്ക് ഈവൻ വിസിറ്റിംഗ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാം, റെസ്യൂംസ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഇതുവഴി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കാം ഈ സൈറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വെറൈറ്റി ഓഫ് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ക്യാൻവ. ഓക്കെ, canva.com എന്ന് സെർച്ച് ചെയ്യാം. canva.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും. അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തംബ്നെയിലാണല്ലോ വേണ്ടത്. അപ്പോൾ തംബ്നെയിൽ എന്ന് സെർച്ച് ചെയ്യാം. യൂട്യൂബിന് വേണ്ടിയിട്ട് തംബ്നെയിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, തംബ്നെയിൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ യു ക്യാൻ സീ, ലോഡ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, യു ക്യാൻ സീ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് തംബ്നെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് വെറൈറ്റി ഓഫ് തംബ്നെയിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ബട്ട് ഇതിനൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് തംബ്നെയിലിൽ നിങ്ങൾക്ക് താഴെ ഒരു ക്രൗൺ ലോഗോ കാണാൻ കഴിയും. ഓക്കെ, ക്രൗൺ ലോഗോ. ഓക്കെ, അതിൽ എഴുതിയിട്ടുണ്ട് പ്രോ എന്ന്. ഈ പ്രോ എന്ന് എഴുതിയിട്ടുള്ളതിൽ വാട്ടർമാർക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ വാട്ടർമാർക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബട്ട് ഫസ്റ്റ് വൺ അതുപോലെ തന്നെ തേർഡ് വൺ, രണ്ടിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ടിലും വാട്ടർമാർക്ക് ഇല്ല. ഓക്കെ, സോ ഈ വാട്ടർമാർക്ക് ഇല്ലാത്തത് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓൾ ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്യാം. അതിൽ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രീ എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. ഫ്രീ എന്ന് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ലോഡായിട്ട് വരും. ഫ്രീ ആയിട്ടുള്ള തംബ്നെയിൽസ് മാത്രം ലോഡായിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പലതരത്തിലുള്ള തംബ്നെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ട്യൂട്ടോറിയൽസ് എല്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ ഇതുപോലത്തെ തംബ്നെയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ ട്രിപ്പ് വ്ളോഗ് കാര്യങ്ങളാണെങ്കിൽ ഇതുപോലത്തെ തംബ്നെയിൽസ്, അതുപോലെ തന്നെ കുക്കിംഗ് അല്ലെങ്കിൽ ഫുഡ് വ്ളോഗ്സ് ആണെങ്കിൽ ഇതുപോലത്തെ തംബ്നെയിൽസ്, അങ്ങനെ ഒരുപാട് റേഞ്ച് ഓഫ് തംബ്നെയിൽസ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് കാണാൻ കഴിയും. ഇതെല്ലാം ഫ്രീ ആണ് ഗൈസ്, ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള തംബ്നെയിൽസ് ആണ്. സോ ഇനി ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് വേറൊരു ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു തംബ്നെയിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള തംബ്നെയിൽ. ഇനി ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അത് ലോഡായി വരട്ടെ.
ഇവിടെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന മാജിക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളും ഒരു തരത്തിലുള്ള ഒരു ഗ്രാഫിക് ഡിസൈനറായി മാറാൻ പോകുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ഫീൽഡ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഞാൻ ഈ ഒരു സർക്കിളിൻ്റെ അവിടേക്ക് വന്നപ്പോൾ ഒരു സ്ക്വയർ എല്ലാം അപ്പിയർ ആയി, കാരണം അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പിന്നെ അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ഇമേജ് ഏതാണോ അത് ഡൗൺലോഡ് ചെയ്താൽ ഇവിടെ അപ്ലോഡായി വരും. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ എമിയുടെ ഫോട്ടോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോ അവിടെ റിപ്ലേസ് ആയിട്ട് വരും. കണ്ടോ, റിപ്ലേസ് ആയിട്ട് വരും. ഇപ്പോൾ ആ ഇമേജ് അവിടെ റിപ്ലേസ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു തംബ്നെയിലിൽ ഞാൻ ടൈറ്റിൽ കൊടുക്കാൻ പോകുന്നത് എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ മീ. ഓക്കെ, അതാണ് ഞാൻ ടൈറ്റിൽ കൊടുക്കാൻ പോകുന്നത്, എ ഡേ ഇൻ മൈ ലൈഫ് എമീഷ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ തംബ്നെയിൽ ഈ തംബ്നെയിലാണ് നമ്മൾ യൂസ് ചെയ്തത്. അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു തംബ്നെയിലാക്കി മാറ്റി. ഓക്കെ, ഇത്രയും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഈ ഒരു ക്രിയേഷൻ. സോ ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻസ് അവിടെ വരും. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ബെസ്റ്റ് വൺ ഏതാണോ ബെസ്റ്റ് വൺ അതാവും ഈ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് സജഷനായിട്ട് വരിക. സോ അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഒരു ലോഡിങ് സ്ക്രീൻ അപ്പിയർ ആയിട്ട് വരും. ഓക്കെ, ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ തംബ്നെയിൽ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പലതും ക്രിയേറ്റ് ചെയ്യാം. തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇഫ് യു ആർ എ യൂട്യൂബർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആകും. മേ ബി നമ്മൾ ചിലപ്പോൾ AIs വെച്ചിട്ടാവും ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലൈക്ക് വാട്ടർമാർക്സ് ഉള്ളതാവും ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് ഇവിടുന്ന് ഈ ക്യാൻവ എന്നുള്ള പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾക്ക് തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് 10 മിനിറ്റ്സിൻ്റെ പ്രോസസ്സ് പോലും എടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ലോഗോസോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം വേണമെങ്കിൽ അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും ഗൂഗിൾ ക്രോം ത്രൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ആൻഡ്രോയിഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺസിൽ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവ സെർച്ച് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതാണ് ഞാനിപ്പോൾ ക്രോമിൽ ചെയ്ത അതേ സംഭവത്തിൻ്റെ ആപ്ലിക്കേഷൻ വേർഷനാണ് ഇത്. നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. ഈവൻ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലെ ക്രോം സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. സോ ഇതാണ് നമ്മുടെ ക്യാൻവ. സോ ഈ ക്യാൻവ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡിസൈൻസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. തംബ്നെയിൽസ് ആയിക്കോട്ടെ, ലോഗോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോസ് ആയിക്കോട്ടെ, എന്തും തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഇതൊരു ചെറിയ ബിസിനസ്സായിട്ട് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ എന്ന് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാകും, അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എന്നുള്ള വിശ്വാസത്തോടെ സൈനിങ് ഓഫ് ബൈ സഫ്വാൻ. താങ്ക് യു.